ഒരു പുതിയ പദമാണ്. ഏത് സമ്പത്ത് വ്യവസ്ഥയുടെയും എക്കണോമിക്സ് പഠിച്ചവർ കൈവന്തിക്കുന്നു. നോക്കട്ടെ ആരല്ലാണ് എക്കണോമിക്സ് ഒറ്റയാളും കൈവന്തിക്കൂല എന്ന് എനിക്കറിയാം. പഠിച്ചവരിലിരിക്കുന്നുണ്ട്, പക്ഷേ പൊന്തിക്കൂല. എക്കണോമിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിലബസ് ഉൽപാദന വിതരണ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയാം, മുതലാളിത്ത ഉൽപാദക ബന്ധത്തിൽ സമ്പത്ത് വ്യവസ്ഥയിലെ നട്ടെല്ല് എന്താണ്? നട്ടെല്ല് പണമൂലധനമാണ്. പണമൂലധനം. അങ്ങനെയാണ് ആദം സ്മിത്തും റിക്കാർഡോ ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്. ആ പണമൂലധനത്തിന് പകരം കേരളം മാറ്റുകയാണ്. കേരളത്തിൻ്റെ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ലെന്താ? ഇനി പറയാം കൃത്യമായിട്ട്. എന്താ? വിജ്ഞാനം, പണമല്ല. വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിൽ നോളജ്, അറിവ്. അതുകൊണ്ടാണ് നമ്മൾ 15,000 സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ടുള്ള ഉന്നം വെച്ചത്. നിങ്ങൾക്കറിയോ, ഞാൻ എല്ലാ യോഗത്തിലും പറഞ്ഞ ഒരു കാര്യമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. നിങ്ങൾ നേരത്തെ വരികയും ചെയ്തതാണ്. കുറച്ചാൾക്ക് പോകാൻ തിരക്കുമായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് മതിയാക്കാം. അതിങ്ങനെയാണ്. കേരളത്തിലെ മാൻഹോൾ എന്ന് പറഞ്ഞാൽ വലിയ അഴുക്ക് ചാലാണ് അല്ലേ? വലിയ റോഡിൻ്റെ ഇടയിലൊക്കെ അതിലൂടെയാണ് ഇത് പോകുന്നത്. പട്ടണങ്ങളിലാണ് പ്രധാനമായിട്ട്. കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചിയൊക്കെ അതിന് മാൻഹോൾ എന്നാണ് പറയുക. കോഴിക്കോട് ഒരു മാൻഹോളിൽ അപകടത്തിൽപ്പെട്ട ഒരാളെ സംരക്ഷിക്കാൻ ഒരു പാവം ഓട്ടോറിക്ഷ തൊഴിലാളി മാൻഹോളിലേക്ക് എടുത്തു ചാടി. അദ്ദേഹത്തിൻ്റെ പേരറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആരാ? നല്ല ശരിക്കും ഒച്ചത്ത് പറ. നൗഷാദ് മരിച്ചുപോയി. അദ്ദേഹം ഈ മാൻഹോളിലേക്ക് വീണ് പോയ ആൾ ആരാണ്? ഹിന്ദുവാണോ, മുസൽമാനാണോ, ക്രിസ്ത്യാനിയാണോ, ജാതി ഏതാണെന്ന് നോക്കിയിട്ടില്ല. അയാൾ എടുത്തു ചാടി. ഓട്ടോറിക്ഷ തൊഴിലാളി മരിച്ചു. മരിച്ചപ്പോൾ ഞാനും നിങ്ങളെല്ലാം അനുശോചനം രേഖപ്പെടുത്തി, ദുഃഖിച്ചു. ആ ദുഃഖം ശരിയുമാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ ദുഃഖത്തോടൊപ്പം 4 പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ശാസ്ത്രജ്ഞന്മാരാവേണ്ടവരാണ്. അവർ 4 ആള് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയായിരുന്നു. 4 കുട്ടികൾ. അവർ ഈ മാൻഹോളിൽ മനുഷ്യൻ കയറി മരിക്കുന്ന ദുരവസ്ഥ മാറ്റാൻ ശാസ്ത്രലോകത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കെന്താണ് ചെയ്യാനാവുക എന്നാലോചിച്ചു. അവരെന്നിട്ട് മാൻഹോളിൽ വൃത്തിയാക്കാൻ മനുഷ്യനിറങ്ങണ്ട, മനുഷ്യന് പകരം അതിനേക്കാൾ ശുചിയായി റോബോട്ടിക് സംവിധാനത്തെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തി. സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് മിഷനറിയിലേക്ക് പോയി. അവർ വാട്ടർ അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. അവരിതിപ്പം വ്യാവസായിക അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി. 4 ആളുകൾ കൂടി ചേർന്ന് തുടങ്ങിയ ആ സ്വയം സംരംഭം ഇപ്പോഴും 400 ആളായി വികസിച്ചു. ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് അവർക്ക് ഓർഡർ വന്നു തുടങ്ങി. ലോകത്താദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ ഈ ചെറുപ്പക്കാർ കണ്ടെത്തിയത്. അവർക്ക് പ്രത്യേക അവാർഡ് കിട്ടി. 4 ആൾ 400ആയി. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങി. ആനയഞ്ചാൽ ചാൽ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ അഴുക്ക് ചാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൃത്തിയാക്കാനുള്ള പ്രക്രിയയിലേക്ക് ഈ റോബോട്ടിക്സ് ഉപയോഗിക്കാൻ തുടങ്ങി. വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയുടെ ഒരു സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാം ഐഡിയ വെച്ച്. അപ്പോൾ അതിന് പണം വേണ്ടതെന്ന് ചോദിച്ചാൽ പണത്തിന് കേരളത്തിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയപ്പോൾ നമുക്ക് 1,52,000 അപ്പോൾ കിട്ടി. അതിനുശേഷം നോക്കിയപ്പോൾ ഇപ്പോൾ 2 ലക്ഷം കോടിയായി. ആ 2 ലക്ഷം കോടിയിൽ 27% പ്രൊജക്റ്റ് നമ്മളിപ്പോൾ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യതയാണ്. ഇങ്ങനെ കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അപ്പോൾ പട്ടിണി അവസാനിക്കും.